വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിലെ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. How are you? But today we are going to discuss a very interesting topic, that is gel electrophoresis. Gel electrophoresis. What is gel electrophoresis? It is a separation technique. ഇതിന് മുമ്പുള്ള വീഡിയോസ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യും. എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഓർഗാനിസത്തിലുള്ള ഒരു ഡിസൈറബിൾ ജീന് അത് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് കൊണ്ടുവന്ന് എക്സ്പ്രസ് ചെയ്യണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? ഈ ഡിസൈറബിൾ ജീനിനെ ആ സെല്ലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം കണ്ട എക്സ്ട്രാക്ഷൻ ഓഫ് DNA ഹാവിംഗ് ദ ഡിസൈറബിൾ ജീൻ ഫ്രം എ സെൽ. അതിന് വേണ്ടിയിട്ട് ധാരാളം എൻസൈംസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചു. അവസാനം നമുക്ക് ആ DNA എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റി. അത് സ്പൂൾ ചെയ്ത് നമ്മൾ എടുത്തു. ഇനി രണ്ടാമത് എന്താണ് ചെയ്തത്? ആ DNA തന്നെ ധാരാളം ജീൻസ് ഉണ്ട് അല്ലേ? ആ ധാരാളം ജീൻസിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ജീനിനെ മാത്രമായിട്ട് നമുക്ക് ഫ്രാഗ്മെന്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, വി ഹാവ് യൂസ്ഡ് suitable restriction endonuclease enzymes. അപ്പോൾ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ DNA എന്ത് ചെയ്തു? ഫ്രാഗ്മെന്റ്സുകളാണ്. ഇപ്പോൾ അതിന് ഒരു ഫ്രാഗ്മെന്റിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈറബിൾ ജീൻ ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഈ സാമ്പിളില് പല ലെങ്തിലുള്ള ധാരാളം ഫ്രാഗ്മെന്റ്സുകളുണ്ട്. അപ്പോൾ ഈ ഫ്രാഗ്മെന്റ്സുകളെ ഇനി സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ജീനുള്ള ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആ ഫ്രാഗ്മെന്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇലക്ട്രോഫോറസിസ്. അപ്പൊ എന്താണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് സെപ്പറേഷൻ ഓഫ് macromolecules like DNA or RNA or protein according to their size using a medium under an electric field. ഒന്ന് മനസ്സിലായിട്ടല്ലേ? ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിച്ച്. ഇപ്പൊ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. ആദ്യം മനസ്സിലേക്ക് വരേണ്ട കാര്യം അതാണ്. സെപ്പറേഷൻ ടെക്നിക്. എന്തിന്റെ സെപ്പറേഷൻ ടെക്നിക്കാണ്? സെപ്പറേഷൻ ഓഫ് വാട്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ലാർജ് മോളിക്യൂൾസ്, മാക്രോ മോളിക്യൂൾസ്. അത് മാക്രോ മോളിക്യൂൾസ് ആയ DNA സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലേ? അതേപോലെ തന്നെ RNA സെപ്പറേറ്റ് ചെയ്യാനായിട്ട്, അതേപോലെ പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. ഇനി ഈ ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ഈ DNA ഫ്രാഗ്മെന്റ്സിനെ അതിന്റെ സൈസിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റില് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം, ഒരു മാട്രിക്സ് ആണ്. അതിന് പറയുന്നത് അഗാറോസ് ജെൽ എന്നാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഒരു ജെല്ലാണ്. അതിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജെല്ലാണ് അഗാറോസ് ജെൽ. അപ്പൊ ഈ അഗാറോസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? We have already studied that there are some seaweeds, especially red algal ആയിട്ടുള്ള ചില മെമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗ്രാസിലേറിയ. ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം നമ്മൾ റോഡോഫൈസി അല്ലെങ്കിൽ റെഡ് ആൽഗയില് എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടതാണ് ഗ്രാസിലേറിയ. പിന്നെ ഏതാണ്? ജലീഡിയം.
ഇപ്പൊ ഗ്രാസിലേറിയ, ജെനീഡിയം തുടങ്ങിയ സീ ബീഡ്സിൽ നിന്ന് അല്ലെങ്കിൽ റെഡ് ആൽഗൽ മെമ്പേഴ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് അഗാർ അഗാർ. ഓർമ്മ വരുന്നുണ്ടോ? അഗാർ അഗാർ. ഈ അഗാർ അഗാർ അതെടുത്ത് പിന്നീട് ഒരു ബഫർ സൊല്യൂഷനിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ജെല്ലാണ് അഗാറോസ് ജെൽ. ആ മീഡിയത്തിലൂടെയാണ് DNA ഫ്രാഗ്മെന്റ്സ് അതിന്റെ സൈസിനനുസരിച്ച് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ അഗാറോസ് ജെല്ലില് അല്ലാണ്ട് ചില പ്രോട്ടീൻ ഒക്കെയാണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ വേറൊരു ജെല്ലായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പറയുന്നത് പോളി ആക്രിലാമൈഡ് ജെൽ എന്നാണ്. പേജ് എന്നാണ് ആ ടെക്നിക്കിന് നമ്മൾ പറയുന്നത്. പോളി അല്ലേ, പോളി ആക്രിലാമൈഡ് ജെൽ. പ്രശ്നമായി ഇവിടെ. അപ്പം പ്രധാനമായിട്ട് ഇലക്ട്രോഫോറസിസിന് രണ്ട് തരത്തിലുള്ള ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അഗാറോസ് ജെൽ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഈ പോളിയാക്രിലാമൈഡ് ജെൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഇലക്ട്രോഫോറസിസിന് നമ്മൾ പേജ് എന്നാണ് പറയുന്നത്. പോളി ആക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട. സാർ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ചും എൻട്രൻസിനൊക്കെ വേണ്ടിയിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ സാർ പറഞ്ഞു പോകും. അപ്പോൾ പഠിക്കേണ്ട കാര്യം, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഈ അഗാറോസ് ജെൽ മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അഗാറോസ് ജെല്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് സീ ബീഡ്സ് ആയ അല്ലെങ്കിൽ റെഡ് ആൽഗൽ മെമ്പേഴ്സ് ആയ ഗ്രാസിലേറിയയിൽ നിന്നും ജെനീഡിയത്തിൽ നിന്നുമാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പൗഡറിനകത്ത് നമ്മൾ ബഫർ സൊല്യൂഷൻ ഒഴിച്ചു കഴിയുമ്പോൾ ആണ് നമ്മുടെ ജെല്ല് നമുക്ക് കിട്ടുന്നത്. ആ ജെല്ല് നമ്മൾ ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റിൽ റൺ ചെയ്യും. ആ ജെല്ലെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു കഞ്ഞിവെള്ളത്തിന്റെ പാട കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ ഇരിക്കും. അതിങ്ങനെ ഒരു ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റ് ഉണ്ട്. ഇതിന്റെ ഒരു ഇലക്ട്രോഫോററ്റിക് യൂണിറ്റ്. ഇത് ഈ കോവിഡ് സമയം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സെയിന്റ് തോമസ് കോളേജിന്റെ ബോട്ടണി റിസർച്ച് ലാബില് നമുക്ക് പോയി നമുക്കിത് ചെയ്ത് തന്നെ കാണിച്ചു തരായിരിക്കും. എനിവേ, ഈ ഒരു ക്ലാസിന്റെ അവസാനം ഐ വിൽ ഷോ യു വീഡിയോ. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഫോർ ദ ടൈം ബീയിങ് വി വിൽ സീ ദ തിയറി പാർട്ട്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ഇവിടെ തരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാമിനേഷന് 1-2 ക്വസ്റ്റ്യൻസ് മിക്കവാറും ഉറപ്പാണ്. മിക്കവാറും പബ്ലിക് എക്സാമിനേഷന് ഈ ഭാഗത്ത് നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഫുൾ കോൺസെൻട്രേഷൻ ഉള്ള തരിക. ഇപ്പോൾ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് കാണുന്നത്. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഡെഫിനിഷൻ വേണം ശരിക്കും, അല്ലെ? എന്താണ് ആ ഒരു ഡെഫിനിഷൻ? നമുക്കൊന്ന് പഠിക്കണം. അത് ഞാൻ ടെസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ മോണിറ്ററിൽ നിങ്ങൾക്ക് തരും എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നോട്ടിൽ അത് എഴുതിയെടുക്കണം കേട്ടോ. എന്താണ് ശരിക്കും ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് separation of macromolecules like DNA, RNA and protein according to their size or charge. ഇനി അവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. എന്താണ്? ഒരു മീഡിയം ആവശ്യമാണ്, അല്ലെ? യൂസിങ് എ മീഡിയം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ഏതാണ്? യൂസിങ് അഗാറോസ് ജെൽ അണ്ടർ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ബഫർ സൊല്യൂഷനിലൊക്കെ ഡിപ്പ് ചെയ്താണ് ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റ് വെക്കുന്നത്. ഇതിന്റെ പുറമെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അഗാറോസ് ജെൽ റൺ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗത്ത്, അതായത് ഇവിടെ നമ്മൾ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് കാഥോഡായിട്ടും ഇത് ആനോഡായിട്ടും, ഈ എൻ്റെ ആനോഡായിട്ടും ഈ എൻ്റെ കാഥോഡായിട്ടും നമ്മൾ കണക്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ സാമ്പിൾ ലോഡ് ചെയ്യുന്നത് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡിന്റെ ഭാഗത്തായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മൾ എടുക്കുന്ന സാമ്പിള് അതിനകത്ത് വ്യത്യസ്ത ലെങ്തോട് കൂടിയിട്ടുള്ള
ചെയ്തിട്ടുള്ള ധാരാളം DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ DNA ചാർജ് എന്ന് പറഞ്ഞാൽ DNA ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ്. എന്തുകൊണ്ടാണ് DNA നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്? അത് അതിൽ ഫോസ്ഫേറ്റ് ഉള്ളത് കൊണ്ടാണ്. അതിന്റെ ബാക്ക് ബോൺ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫേറ്റ്. അതുകൊണ്ട് ടോട്ടൽ DNA എടുത്തു കഴിയുമ്പോൾ അതിന് എന്തായിരിക്കും ചാർജ് എന്ന് പറയുന്നത്? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഈ DNA എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജെല്ലില് ചെറിയ ചെറിയ പിക്സ്, അതിന് നമ്മൾ വിളിക്കുന്ന പേര് വെൽ എന്നാണ്. എത്ര സാമ്പിൾ നമുക്ക് റൺ ചെയ്യണോ അത്രയും വെല്ല്, അതൊരു കോമ്പ് ഉപയോഗിച്ചാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ ജെല്ല് റൺ ചെയ്തിട്ട് ഒരു കോമ്പ് ഉപയോഗിച്ച് ചെറിയ പിക്സ് അവിടെ ഉണ്ടാക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതിന് വിളിക്കുന്ന പേര് വെൽ എന്നാണ്. നമ്മൾ സാമ്പിള് ലോഡ് ചെയ്യുന്ന പാർട്ടാണ്, ആ പിറ്റാണ്, അതിന് വിളിക്കുന്ന പേരാണ് വെൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതിപ്പോ വെൽ നമ്പർ 1, 2, 3, 4 അല്ലെങ്കിൽ നമുക്ക് എത്ര എണ്ണം വേണം അതനുസരിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട്, അതായത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഒരു നോൺ മാർക്കർ ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതില് ഇങ്ങനെ DNA ഫ്രാഗ്മെന്റ്സ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA മോളിക്യൂൾസ് ഇതിന്റെ കാഥോഡിൽ നിന്ന് as you know it may move towards the positively charged end, അല്ലെ, that is towards the anode. മൂവ്മെന്റ് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിൽ നിന്നും കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഈ DNA ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യും അക്കോർഡിംഗ് ടു ദെയർ സൈസ്. ഈ സൈസില് ആണ് ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ അഗാറോസ് ജെൽ ഉപയോഗിക്കുന്നത്. The agarose gel that provides enough force for the movement of these particles. അപ്പോൾ നിങ്ങൾക്കറിയാം നോർമലി ഏതായിരിക്കും വലിയ ഫ്രാഗ്മെന്റുകളായിരിക്കുമോ കൂടുതൽ ദൂരത്തേക്ക് മൂവ് ചെയ്യുന്നത്, അതെയോ ചെറിയ ഫ്രാഗ്മെന്റുകളായിരിക്കും? The larger DNA fragments that may move from cathode to anode slowly. ഇപ്പൊ ചെറിയ DNA ഫ്രാഗ്മെന്റ്സ് ഒക്കെ ഈ പോറിൽ കൂടി പെട്ടെന്ന് താഴത്തേക്ക് മൂവ് ചെയ്യും. അത്രയും പേസില് ഈ വലിയ ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ DNA fragments that may be forming bands according to their size. Adile if the DNA fragments are larger the size, they will be arranged at the cathode part. That will be arranged this part. Alle ini size കുറവുള്ള DNA fragments ആയിരിക്കും ഏറ്റവും അറ്റത്തേക്ക് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യും. When the DNA fragments are larger in size, they will be moving slowly. Then the small DNA fragments that will be moving fast, and you can see the presence of the small fragments farther, especially towards the anode side. Clear ആണെന്ന് ഞാൻ പറയുന്നത്? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന ഒരിക്കൽ കൂടി ഞാൻ പറയാണ് കുട്ടികളെ. നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇന്നൊരു ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റ് നമുക്ക് ആവശ്യമാണ്. അതിൽ അഗാറോസ് ജെല്ല് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്യണം, അല്ലേ? അതേപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കാഥോഡായിട്ടും ഒരു സൈഡ് നമ്മൾ അനോഡായിട്ടും നമ്മൾ ചെയ്യുന്നു. ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സുകൾ അത് അതിൻ്റെ സൈസിനനുസരിച്ച് മൂവ് ചെയ്യണം. ഈ സൈസിനനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് the sealing effect provided by the agarose gel facilitates the movement of DNA fragments according to their size. The larger fragments will move slowly and the smaller fragments will move fast, so that we can see the presence of larger fragments near the cathode part or near the well, and the smaller fragments will be moving towards the anode. അപ്പോൾ ഇവിടെ ഏറ്റവും അറ്റത്ത് കാണുന്നത് ഏറ്റവും ചെറിയ ഫ്രാഗ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നോൺ മാർക്കറിൽ അല്ലെങ്കിൽ ഇതിന് DNA ലാഡർ എന്ന് നമ്മൾ പറയും. ആദ്യമേ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന
DNA ഫ്രാഗ്മെന്റ്സിന് നമ്മൾ DNA ലാഡർ എന്ന് പറയും. DNA ലാഡറിന്റെ ഇത് 200 കിലോബേസ് സൈസ് ഉള്ള ഒരു ഫ്രാഗ്മെന്റ് ആണെങ്കിൽ ഇത് നമുക്ക് 300 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 800 അല്ലെങ്കിൽ 1500 അല്ലെ. ഇവിടെ വേറെ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കും. 2500 കിലോബേസ് ഉള്ള ഡിപ്പെൻസ്. ഓക്കെ, അപ്പം 2-3 പാർട്ടുകൾ നമ്മൾ കാണുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? എന്താണ് ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറഞ്ഞേ? ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് സെപ്പറേഷൻ ഓഫ് DNA fragments according to their size using agarose gel under an electric field. ഇതാണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇത് DNA samples having DNA fragments of varied lengths, that will be loaded in the wells of the electrophoretic unit, and when we apply an electric current, what happens? The DNA fragments will move from cathode to anode. Okay, dear students, ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളിവിടെ ഈ സാമ്പിൾ DNA ഫ്രാഗ്മെന്റ്സ് എടുത്ത് ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കളറിംഗ് ഡൈ വെച്ച് അതിനെ ട്രീറ്റ് ചെയ്യണം. ശ്രദ്ധിച്ച്, the sample DNA fragments should be treated with a coloring dye. നിങ്ങളുടെ പുസ്തകത്തിലെ ഈ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ഇത് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കളറിംഗ് ഡൈ വെച്ച് ഈ സാമ്പിൾ DNA ഫ്രാഗ്മെന്റ്സ് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ഇതിന്റെ കാരണം ഇതാണ്. When these DNA fragments are moving from cathode to anode, we cannot see the DNA fragments since it is colorless. അപ്പോൾ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് ഈ DNA ഫ്രാഗ്മെന്റ്സിനെ കാണാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ മൂവ്മെന്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സാമ്പിൾ DNA ഫ്രാഗ്മെന്റ്സ്, ഇവിടെ ലോഡ് ചെയ്യുന്ന DNA ഫ്രാഗ്മെന്റ്സിനെ കളറിംഗ് ഡൈയിൽ ട്രീറ്റ് ചെയ്യും. ഇതിന്റെ ഒരു പ്രത്യേകത, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പയ്യെ ഈ വെല്ലിലുള്ള സാമ്പിൾ DNA ഫ്രാഗ്മെന്റ്സ് അതിന്റെ സൈസിനനുസരിച്ച് ഈ അഗാറോസ് ജെല്ലിലൂടെ മൂവ് ചെയ്യും, അല്ലെ? അതിന്റെ സീവിംഗ് എഫക്ട് അഗാറോസ് ജെല്ല് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മെട്രായിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് ധാരാളം പോഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ചെറിയ 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 ഫ്രാഗ്മെന്റ്സുകൾ ഈ പോറിനുള്ളിലൂടെ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് മൂവ് ചെയ്യും. എന്നാൽ വലിയ ഫ്രാഗ്മെന്റ്സുകൾ അതിൽ മൂവ് ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അത് സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. അതനുസരിച്ചാണ് ഇത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് DNA കാണാൻ പറ്റാത്തത് കൊണ്ട് ഇതിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ DNA ഫ്രാഗ്മെന്റ്സിനേക്കാൾ മുമ്പേ ഈ ഡൈ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു ഏകദേശം ഒരു ബ്ലൂ കളറുള്ള ഒരു ഡൈ ആണ്. ആ ഡൈ എന്ത് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ മൂവ്മെന്റ് ഓഫ് ഡൈ ഇൻഡിക്കേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് എന്ന് മാത്രമല്ല, ഈ ഡൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഡൈ ഇവിടെ ഈ ലാസ്റ്റ് പാർട്ട് ആകുമ്പോഴേക്കും, ആനോഡിന്റെ ഈ ഒരു ഭാഗം ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം? നമ്മളിത് സ്വിച്ച് ഓഫ് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് കട്ട് ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ DNA ഫ്രാഗ്മെന്റ്സ് ഇതിലൂടെ വീണ്ടും താഴത്തേക്ക് പോകും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്മെന്റ്സുകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. അപ്പോൾ ഇവിടെ ഡൈ ഇവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഒരു അടുത്ത ഭാഗം വരെയും എന്തെത്തിയിട്ടുണ്ട്? DNA ഫ്രാഗ്മെന്റ്സ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം DNA ഫ്രാഗ്മെന്റ്സിനേക്കാൾ മുമ്പേ തന്നെ ഡൈ മൂവ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഡൈ ഇവിടെ എത്തിക്കഴിയുമ്പോഴോ ഉടനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? വരെയുള്ള DNA ഫ്രാഗ്മെന്റ്സ് ഈ ഭാഗങ്ങളിൽ എന്ത് ചെയ്തോളും? സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ പിന്നെ ഇനി എങ്ങനെയാണ് നമ്മളൊക്കെ ഈ DNA കാണാനായിട്ട് പറ്റുന്നത്? ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട്. അപ്പൊ ആദ്യത്തെ പാർട്ട് എങ്ങനെയാണ് ഈ വിവിധ ലെങ്തുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ടെക്നിക്കാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച മീഡിയം എന്ന് പറയുന്ന ഒരു ജെല്ലാണ്. എസ്പെഷ്യലി അത് അഗാറോസ് ആണ്
അതുകൊണ്ട് ഇതിനെ നമ്മൾ ഈ ടെക്നിക്കിനെ നമുക്ക് വിളിക്കാം അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കാൻ. ഇനി ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ത് ചെയ്തു? ഇപ്പൊ സപ്പോസ് ദാറ്റ് അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇവിടെയൊക്കെ ഓരോ സാമ്പിളിലും ഇവിടെയൊക്കെ ഓരോ ബാൻഡുകൾ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഈ DNA കാണാൻ പറ്റുന്നത്? രണ്ട്, ഈ ജെൽ പീസിൽ നിന്ന് എങ്ങനെ നമുക്ക് DNA ഫ്രാഗ്മെന്റിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കാണാനായിട്ട് പറ്റുന്നത് അത് നമ്മൾ സ്റ്റെയിൻ ചെയ്യണം. We have to stain the DNA bands which are already separated in the agarose gel. Agarose gel ഓരോ പൊസിഷനിലും സെപ്പറേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന DNA ബാൻഡ്സിനെ നമുക്ക് സ്റ്റെയിൻ ചെയ്യേണ്ടി വരും. എങ്കിലേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, സ്യൂട്ടബിൾ ആയിട്ട് DNA ബൈൻഡ് ചെയ്യുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡൈ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻ ഉപയോഗിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെയിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എത്തീഡിയം ബ്രോമൈഡ്. ETBR എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇത് കാണാതെ പഠിക്കണേ. ഈ സ്റ്റെയിന്റെ പേരാണ് എത്തീഡിയം ബ്രോമൈഡ്. വിളിക്കാവോ? വിളിച്ചേ. എത്തീഡിയം ബ്രോമൈഡ്. അപ്പൊ അത് പലതരത്തിലുള്ള സ്റ്റെയിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ETBR എന്ന് പറയുന്ന അല്ലെങ്കിൽ എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിനാണ്. ഈ സ്റ്റെയിൻ ഉപയോഗിച്ച് നമ്മുടെ DNA ബാൻഡ്സിനെ സ്റ്റെയിൻ ചെയ്യണം. ഇന്ന് മാത്രമല്ല, നമുക്ക് DNA കാണണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എക്സ്പോസ് ടു UV light. In presence of UV light, we will be able to see the DNA fragments as orange colored bands. എന്ത് ബാൻഡ്സ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന? ഓറഞ്ച് കളറുള്ള ബാൻഡ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ ഗ്ലാസ് ഫിലിംസിൽ, ഫോട്ടോഗ്രാഫിക് ഫിലിംസിൽ നമുക്ക് ഈ UV ലൈറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെയിൻഡ് ആയിട്ടുള്ള എത്തീഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്ത ഈ DNA that will be visible as red colored bands. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിന്റെ ഒരു ഫിലിമിൽ we can see that ഇങ്ങനെ ഓറഞ്ച് കളറുടെ ബാൻഡ്സ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യണം? ഈ ബാൻഡ്സിനെ നമുക്ക് കട്ടൗട്ട് ചെയ്യണം. ഈ അഗാറോസ് ജെല്ലിൽ നിന്ന് ആദ്യം നമ്മൾ ജെൽ പീസ് കട്ട് ചെയ്യും. ഇപ്പോൾ സപ്പോസ് ദാറ്റ് ഈ 800 ബേസ് പെയർ ഉള്ള ഈ പർട്ടിക്കുലർ ഫ്രാഗ്മെന്റിനെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. കാരണം this particular band is having the desired gene. ഇപ്പൊ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബാൻഡ് എന്ന് പറയുന്നത് ഈ 800 ബേസ് പെയർ ലെങ്ത് ഉള്ള അത്രയും മോളിക്കുലർ വെയിറ്റ് ഉള്ള ഒരു ബാൻഡ്, ഒരു DNA ഫ്രാഗ്മെന്റ് ആണ്. ഇപ്പൊ എന്ത് ചെയ്യും? ഇത് നമ്മൾ പയ്യെ കട്ട് ചെയ്തെടുക്കും. The cutting out of the DNA fragment of desired length and the extraction of the DNA from the gel piece, that is called elution. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് എല്യൂഷൻ? എല്യൂഷൻ എല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാണാൻ പറ്റുക? എഴുതിയിരിക്കുന്നതാണോ? ഓക്കെ. ഇപ്പൊ എല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The cutting out of the desired DNA band from the agarose gel and the extraction of this DNA fragments from the gel using suitable buffer or using suitable solvents. ഇപ്പോൾ suitable ആയിട്ടുള്ള solvents
ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ അഗാറോസ് ജെൽ പീസ് ഹാവിംഗ് ഡിസൈഡ് DNA യിൽ നിന്ന് ആ DNA മാത്രമായിട്ട് നമ്മൾ വേർതിരിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ കയ്യിലെത്തുന്നത് ശരിക്കും നമുക്ക് വേറൊരു ഓർഗനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു ജീൻ ഉൾക്കൊള്ളുന്ന DNA ഫ്രാഗ്മെന്റ്. This is the technique of separation and isolation of the desired gene. ക്ലിയർ ആണോ? ഒരിക്കൽ കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഒന്ന് ഫീഡ്ബാക്കിലേക്ക് നമ്മൾ പോകാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് ഒന്നും കൂടി ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുകയാണ്. ഫുൾ കോൺസെൻട്രേഷൻ ഇവിടത്താണ് അല്ലേ? ഇപ്പോൾ നമുക്ക് ഓൾറെഡി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ DNA ഫ്രാഗ്മെന്റഡ് ആയിട്ട് പല ലെങ്തിലുള്ള നിരവധി DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഇത്രയും ലെങ്ത് ഉള്ളതുണ്ട്, 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 ഇത്രയും ഉണ്ട്. ഇപ്പൊ ഇതില് ചിലപ്പോൾ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ജീനെ ആയിരിക്കണം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ ജീൻസ് ഉണ്ട് അല്ലേ? ഇപ്പൊ ഇവിടെ ഈ ഒരു ഫ്രാഗ്മെന്റ് ഹാവിംഗ് ദിസ് പർട്ടിക്കുലർ ജീൻ ഇതായിരിക്കണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേര് എന്താ എന്ന് പറഞ്ഞ് ജെൽ ഇലക്ട്രോഫോറസിസ്. നമ്മൾ കണ്ടത് ഇതാണ്. ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. ഏതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇവിടെ DNA ഫ്രാഗ്മെന്റ്സിനെ വേരിയഡ് ആയിട്ടുള്ള ലെങ്ത് ഉള്ള DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക് ദാറ്റ് ഈസ് കോൾഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതിന് ആ പേര് വരാൻ കാരണം ഇവിടെ നമ്മൾ ഈ DNA ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മീഡിയം ഒരു ജെല്ലാണ്. ആ ജെല്ലിന്റെ പേരെന്താണ്? അഗാറോസ് ജെല്ലാണ്. അഗാറോസ് ജെൽ എവിടുന്ന് കിട്ടുന്നത് നമ്മൾ കണ്ടു. ഗ്രാസിലേറിയ, ജെലേഡിയം തുടങ്ങിയ റെഡ് ആൽഗൽ മെമ്പേഴ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഇപ്പം നമുക്ക് മീഡിയ ആവശ്യം വന്നു അല്ലേ? ഇവിടെ നമുക്ക് സാമ്പിൾ DNA ഉണ്ട്. മൈക്രോ പിപ്പറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പിൾ DNA ഈ ഇലക്ട്രോഫോറക്റ്റീവ് യൂണിറ്റിന്റെ വെല്ലിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ സാമ്പിൾ DNA ഉണ്ട്, ദെൻ മീഡിയം അഗാറോസ് ജെല്ലുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ഇപ്പൊ നമ്മുടെ ഡെഫിനിഷനിലെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറയുന്നു. Gel electrophoresis is a technique of separation of large molecules like DNA fragments using agarose gel under an electric field. Definition പഠിക്കാം. ഇനി ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് സാമ്പിള് ലോഡ് ചെയ്യുന്ന വശം നമ്മൾ കാഥോഡായിട്ട്, നെഗറ്റീവ് ചാർജാണ് DNAക്ക്, അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ കാഥോഡായിട്ട് എടുക്കുന്നു. ആൻഡ് ഹിയർ ആനോഡ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ലോഡ് ചെയ്തിരിക്കുന്ന DNA ഫ്രാഗ്മെന്റ്സ് അതിന്റെ സൈസിനനുസരിച്ച് ഈ അഗാറോസ് ജെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന സീവിങ് എഫക്റ്റിലൂടെ, അല്ലെങ്കിൽ അതിന്റെ പോർ സൈസ്, അതിന്റെ ഒരു മെഷ് അല്ലെങ്കിൽ അതിന്റെ വെബിൽ കൂടി DNA ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യും. അവിടെ ഒരു കാര്യം നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടത്തെ ചിലപ്പോൾ ചില ബാൻഡുകളുടെ സൈസ് തന്നിട്ട് ഇതിന്റെ ഒരു മൂവ്മെന്റ് ഏത് രീതിയിലായിരിക്കും എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: ലാർജർ ദ സൈസ് ഓഫ് ദി DNA ഫ്രാഗ്മെന്റ്, the slower will be the movement. When the DNA fragments are small, farther it moves.
വലിയ DNA ഫ്രാഗ്മെന്റ്സുകൾ സ്ലോ ആയിട്ടേ മൂവ് ചെയ്യുള്ളൂ, കുറഞ്ഞ ദൂരം മാത്രമേ മൂവ് ചെയ്യുള്ളൂ. എന്നാൽ ചെറിയ DNA ഫ്രാഗ്മെന്റ്സുകൾ കൂടുതൽ ദൂരത്തിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ ഇവിടെ ഒരു DNA ലാഡർ, ഒരു സാമ്പിൾ സ്റ്റാൻഡേർഡ് ലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് ഇവിടെ കഴിഞ്ഞു. ഇവിടെ നമ്മൾ പുസ്തകത്തിൽ പറയാത്ത ഒരു കാര്യം ഇതാണ്. ഏതാണ്? ഈ സാമ്പിൾ DNA ലോഡ് ചെയ്യുമ്പോൾ ഒരു ഡൈ ഉപയോഗിക്കുന്ന കാര്യം പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അതും കൂടെ നമുക്കൊന്ന് മനസ്സിലായാൽ മാത്രമേ ഇതിന്റെ പ്രോസസ്സ് നമുക്ക് ക്ലിയർ ആവും. കാരണം എന്താണ്? ഈ DNA വിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ മൂവ്മെന്റ് നടക്കുന്നുണ്ട്, എത്രത്തോളം നടന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കളറിംഗ് ഡൈയിൽ ആദ്യം തന്നെ സാമ്പിൾ DNA ട്രീറ്റ് ചെയ്യും. അതിനുശേഷം ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള DNA ബാൻഡ്സ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, അത് സ്റ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ സ്റ്റെയിൻ ആവശ്യമാണ്. അതിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം, എത്തീലിയം ബ്രോമൈഡ്. DNA സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് എത്തീലിയം ബ്രോമൈഡ്. രണ്ട്, ഇത് വിസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ എന്തിൽ എക്സ്പോസ് ചെയ്തേ മതിയാവൂ? UV ലൈറ്റിൽ. നോർമൽ ലൈറ്റിൽ DNA ബാൻഡ്സ് വിസിബിൾ അല്ല. when it is exposed to UV light the DNA bands are visible. എങ്ങനെയാണ് ഇത് കാണുന്നത്? നമ്മൾ പറഞ്ഞു ഓറഞ്ച് ബാൻഡ്സ് ആയിരുന്നു, ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിരുന്നു. ഇനി ലാസ്റ്റ് ഭാഗമാണ്. അതെന്താണ്? ഓൾറെഡി നമുക്ക് ബാൻഡ് അതിന്റെ സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാൻഡ്, അതായത് ഏത് ജീനാണോ, ഏത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ബാൻഡാണോ ആ ബാൻഡിനെയാണ് നമ്മൾ ഈ ജെല്ലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിലെ DNA ഐസൊലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എല്യൂഷൻ എന്ന് പറയും. എല്യൂഷൻ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ 800 കിലോബേസ് ഉള്ള അത്രയും സൈസുള്ള ഒരു DNA ഫ്രാഗ്മെന്റ്. അതിലാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത് എങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ അഗാറോസ് ജെല്ലിൽ നിന്ന് ഇത് ഉൾപ്പെടുന്ന ഈ പീസ് കട്ട് ചെയ്തെടുക്കണം, ജെൽ പീസ്. ഇനി രണ്ടാമത് എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ്സ് ഉപയോഗിച്ച് ഈ ജെൽ പീസ് നിന്ന് എന്ത് ചെയ്യണം? ആ DNA ഫ്രാഗ്മെന്റുകൾ മാത്രമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള DNA ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് ഹാവിംഗ് ദ ഡിസൈറബിൾ ജീൻ that we want to transfer to another organism or the target organism. ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമുക്കൊരു അല്ലെ, ആദ്യം ചെയ്തു ഏത് ഓർഗാനിസത്തിലെ ഡിസൈഡ് ആയിട്ടുള്ള ജീൻ ആണോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ഓർഗാനിസത്തിന്റെ സെല്ലിൽ പോയി അവിടെയുള്ള DNA നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഭാഗം കിട്ടുന്നതിന് വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് നമ്മൾ അതിനെ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ധാരാളം DNA ഫ്രാഗ്മെന്റ്സ് കിട്ടി. അതിൽ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫ്രാഗ്മെന്റ് ഉണ്ട്. അതിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇപ്പൊ ബാക്കിയുള്ള ഫ്രാഗ്മെന്റ്സിനെയൊക്കെ നമ്മൾ മാറ്റി നമുക്ക് ആവശ്യമായിട്ടുള്ള ജീനുള്ള ഒരു DNA ഫ്രാഗ്മെന്റ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണമായിരിക്കും? ഇനി നമ്മൾ ഏത് ടാർഗറ്റ് ഓർഗാനിസത്തിലേക്കാണോ ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ചില ഏജൻസ് ഉണ്ട്. ഏതാണ് ഏജൻസ്? അതിനെ നമ്മൾ വെക്ടേഴ്സ് എന്ന് വിളിക്കും. ഈ വെക്ടേഴ്സിലേക്ക് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു? അപ്പോൾ അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ വെക്ടറിന് എന്തൊക്കെ ക്വാളിറ്റീസ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ
ഇതിൻ്റെ അടുത്ത ടൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, അതായത് ക്ലോണിംഗ് വെക്ടേഴ്സ്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ 2 ടൂളുകളിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലാണ് നടന്നത്. ഏതാണ് ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്? മോളിക്കുലർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഇനി രണ്ടാമത്തെ ടൂൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണും. അത് ഇതിനെ കുറിച്ചായിരിക്കും, അത് ക്ലോണിംഗ് വെക്ടേഴ്സിനെ കുറിച്ചായിരിക്കും. അതുവരെ ഗുഡ് ബൈ. Gel electrophoresis is a technique to separate the different DNA molecules based on their sizes. Can you guess why is it called gel electrophoresis? Okay, let me help you with this. This separation technique is based on the movement of charged molecules when exposed to an electrical field. And this movement occurs in a gel medium. Hence, it's known as gel electrophoresis. Now let's understand the process step by step. But before that, since the term charge is used by us here, can you guess the charge present on a DNA molecule? Let me tell you that a DNA is negatively charged. And this is due to the presence of phosphate groups. These phosphate being negatively charged and present in the backbone of the DNA double helix impart a negative charge to the complete molecule. And what is the gel used? Interestingly, the gel which is generally used for the DNA is agarose gel, and it's obtained from the seaweeds. Now getting back to our process. We said that the DNA molecules get separated on the basis of their sizes. So if we have a sample of DNA which is containing fragments formed with the activity of restriction enzymes, then separating the fragments based on the difference in their sizes would be possible with gel electrophoresis. Let's have a look at this in detail. To understand the principle and working, let's take the analogy of a sieve. We know that if a mixture of different sized particles is poured onto a sieve, then only the particles smaller in size than the pores will escape, while those bigger in size will be retained back. Here, the size of the particles is the only parameter used for the separation. Same is the case with DNA fragments. When our DNA sample containing various size fragments is loaded onto a gel, then the charge applied across the gel helps in the mobility of these fragments. However, not all fragments move at the same pace. Those which are smaller move ahead, and those which are larger in size find it difficult to move. To understand this better, let's zoom into the gel that is prepared for the experiment. Here, at the microscopic level, we find that the gel appears to be a mesh-like structure and the pore size is nearly constant throughout. So now imagine what will happen if different sized DNA fragments are made to pass through these pores. It's obvious that the small size fragments will escape the pores faster, while the larger fragments will find it difficult to come out. They will take a lot of time to cross the smaller pores and thus will lag behind. This is how we can understand the principle of separation of the DNA fragments based on their sizes. Now let's see how the procedure works. As an illustration of the casting tray containing the gel in which we will load the DNA mixture. We usually opt for a comb to form well-like structures into the gel. And why do we do that? Because it's in these wells in the agarose gel that we load the DNA mixture. Now tell me, where should the wells be formed? At the ends or at the center? Think about it. We know that the DNA fragments, being negatively charged, will travel from a point of negative charge to the point of positive charge. Thus, we need to form the wells to load the DNA samples near the negative terminal or the cathode to be precise, so that the DNA will move towards the positively charged anode. This movement of the DNA molecule will be promoted by the electric field. But we cannot track the movement of the DNA in the gel as it's colorless. For this, we use a colored loading dye to track the movement of the DNA.
The mixture of the DNA samples with the colored loading dye is now all set to get into the gel. But before loading the DNA mixture, we will fill the apparatus with a buffer as shown. The buffer is used to provide better conductivity of electricity. Next, we will load the DNA mixture into the wells and we're ready to turn on the power supply. Once the power supply is turned on, the DNA mixture will move through the gel, which can be tracked with the help of the loading die. The loading die is selected in such a way that it travels a bit faster than the DNA segments present in the mixture. And why is that so? That's because we want the loading die to reach the terminal end faster than the DNA. Once the die reaches the anode, we get an indication that the DNA must have reached somewhere near and thus the power supply has to be turned off. Moving ahead with the next step now. We know that the DNA molecules have got separated. But can we really see them? No, that's not possible. So how will that be possible now? How do we observe the separated segments? To observe the DNA molecules, we treat the agarose gel with ethidium bromide solution. The major reason for using ethidium bromide is that it easily binds to the DNA molecules, and when the agarose gel containing the DNA is observed under ultraviolet light, bright orange-colored bands are clearly seen. These are nothing but the bands of the DNA. The separation has been successful based on the size of the DNA fragments. The larger molecule are the ones found here, which means these are the ones that moved slowly. On the other hand, the smaller molecules which moved faster are the ones spotted here. Now, how do we know the size of any DNA fragment? The bands obtained are compared with a standard chart known as the DNA ladders. On comparing the positions of the bands with the ones from the chart, we can easily make out the length of the fragments obtained. Once we know the lengths of the fragments, we can easily identify the desired DNA. Now, the desired DNA fragment can be first manually cut out from the agarose gel and then extracted. This process is called elution. The extraction of the DNA is done in such a way that it can be used for further downstream processing. This was the simple explanation of how any gel electrophoresis technique works. It's considered as one of the very important techniques used in recombinant DNA technology.